നമസ്കാരം. എവരി ഹോം ഹാസ് സീക്രട്സ്. ഇപ്പൊ പെട്ടെന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ടൈറ്റിൽ ആണെന്ന്. പക്ഷേ അല്ല, മലയാള സിനിമയിലേക്ക് ഒരു ത്രില്ലർ ഡ്രാമ ചിത്രത്തിന്റെ ടാഗ് ലൈൻ ആണത്. യെസ്, സീക്രട്ട് ഹോം. അതിന്റെ വിശേഷങ്ങളുമായി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട താരങ്ങൾ ഒപ്പമുണ്ട്. ചന്തുനാഥ്, ശിവേദ ആൻഡ് ശിവദ. സോറി, എനിക്ക് ഇടയ്ക്ക് തെറ്റിപ്പോവാറുണ്ടല്ലോ. ശിവദ കാരണം വേറെ പേരിൽ നിന്ന് മാറിയതല്ലേ, ഇപ്പൊ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആട്ടോ. ഓക്കെ, അനു മോഹൻ ആൻഡ് അമർനാദാസ്, നമ്മുടെ ഡയറക്ടർ അഭയകുമാർ. നമസ്കാരം. സോറി ട്ടോ. അല്ല, ശിവദാന്നല്ലേ വിളിച്ചുള്ളൂ. ബാക്കി ചെന്നൈയിലൊക്കെ പോകുമ്പോ വേറെയൊക്കെ വിളിക്കുന്നത്. ഇത് എത്രയോ ഭേദമാണ്. അല്ല, ശ്വേത മേനോൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ശ്വേത ഞാൻ പറഞ്ഞത് ഞാനില്ല, വേറൊരാളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ സീക്രട്ട് ഹോം എന്ന് പറയുന്ന സിനിമ ഞാനൊരു ഇതേപോലെ ഡീറ്റെയിൽസ് വായിച്ചപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു. ട്രൂ സ്റ്റോറിയാണ്, അതായത് കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ഓഡിയൻസിലേക്ക് എത്തുന്നത്. സോ എന്താണ് ആ ഒരു റിയൽ സ്റ്റോറി? ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം, കാരണം കഥ എഴുതിയതും ഡയറക്ട് ചെയ്തതും ആള് തന്നെയാണല്ലോ. കഥ എഴുതിയത് അനിൽ കുര്യൻ എന്ന് പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ സിനിമകളും ഇതുവരെ എഴുതിയിട്ടുള്ളത്. ഈ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിന്റെ ക്രിയേറ്റീവ് സൈഡ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ എന്ന ലെവലിൽ ഞാനും റൈറ്റർ എന്ന ലെവലിൽ അനിലിനെയും നമ്മൾ സെറ്റ് ചെയ്തെന്നുള്ളൂ. അതിന്റെ എല്ലാ ക്രിയേറ്റീവ് പ്രോസസ്സിലും ഞങ്ങൾ ഒരുമിച്ചാണ്. ഈവൻ ഡയറക്ഷൻ ആസ്പെക്ട് ആണെങ്കിൽ പോലും അനിൽ ത്രൂ ഔട്ടുണ്ട് എല്ലാ കാര്യത്തിലും. ഇത് നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. നടന്നൊരു സംഭവത്തിന്റെ പ്രോഗ്രസ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ന്യൂസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്തുകൊണ്ടാണ് അത് നടന്നത്, അതിന്റെ സാധ്യതകൾ എന്താണ്, അതിന് മറ്റ് സാധ്യതകളുണ്ടല്ലോ എന്ന രീതിയിലൊക്കെ മീഡിയയിൽ തന്നെ ന്യൂസസ് ഉണ്ടായിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി അതിന്റെ റിസൾട്ട് ഇവരാണ് പ്രതികൾ, ശിക്ഷിക്കപ്പെടുന്നു എന്നായാൽ പോലും അതെന്തുകൊണ്ട് അവർ പ്രതികളായി എന്നൊരു സംശയം നമുക്ക് എപ്പോഴും പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആസ് എ ക്രിയേറ്റീവ് സൈഡ് റൈറ്റേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾ പലപ്പോഴും പല ഇൻസിഡന്റിനെയും കാണാറുള്ളത് അതിന്റെ അതർ സൈഡ് എന്താണ് നടക്കുന്ന ഇൻസിഡന്റ് അതേപോലെ വിശ്വസിക്കുന്ന സ്വഭാവം ഞങ്ങൾ നിർത്തിയായിരുന്നു. കാരണം ഈവൻ ന്യൂസ് മീഡിയ പോലും അവർ പ്രൊജക്ട് ചെയ്യുന്നത് അവർക്ക് എന്താണോ പ്രേക്ഷകന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ്. ആക്ച്വലി ഒരു ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞല്ലോ, അത് എന്താണ് ആ ഒരു ഇൻസിഡന്റ്? അത് ഒരു ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ക്രൈമാണ്. അത് എന്ത് ക്രൈമാണ് എന്താണെന്നുള്ളത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ക്രൈം എന്നുള്ളത് പ്രത്യക്ഷത്തിൽ കാണുന്ന ക്രൈമിനേക്കാൾ ഉപരി അതിന്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ വേറെ തരത്തിൽ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ സൈഡ് ഫുള്ള് ക്രിയേഷനാണ്. നമ്മളത് ക്രിയേറ്റീവായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷെ ക്രൈം റിയലാണ്. അതിൽ നമുക്ക് സംശയിക്കാവുന്ന അതായത് ഇതിൽ പ്രതികളായവർ തന്നെയാണോ എന്ന് സംശയിക്കാവുന്ന എല്ലാ ലീഡ്സും ഇപ്പോഴും ആ കേസിലുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പൊ അതിന്റെ ഞങ്ങൾ ക്രിയേറ്റീവായിട്ട് അതിന്റെ മറ്റൊരു സൈഡ് അന്വേഷിച്ച് പോയപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന നമ്മൾ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത തരം പ്രശ്നങ്ങളുള്ള ഫാമിലീസ് ഉണ്ട്. അത്തരം നിഗൂഢമായ ചില ഗ്രേ ഷെയ്ഡ്സ് ഉള്ള വീടുകളിലെ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് മറ്റു പലരും. ആ ഒരു എലമെന്റ് നമ്മൾ ഈ സിനിമയിൽ റിവീൽ ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ മറ്റ് അന്യഭാഷ സിനിമകളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. മലയാള സിനിമയിൽ ഇതുവരെ അത്തരം ഒരു ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മളൊരു ചെറിയ ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ മൂന്നുപേരെയും കാണുമ്പോൾ അനുമോഹൻ, ശിവദ ആൻഡ് ചന്ദനെ കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മ വരുന്നത് 12th Man ആണ്. ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ശിവദ ചേച്ചി ഇതേപോലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 12th Manലെ ലാലേട്ടന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസിൽ നമ്മള് ത്രൂ ഔട്ട് എന്താ പറയാ ഭയങ്കര ലൊക്കേഷൻ ഫുള്ള് ലാലേട്ടൻ ഉണ്ടായിരുന്നു ഒപ്പം. പക്ഷെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ വന്ന് കളിയും ചിരിയും നിങ്ങളുമായിട്ടൊക്കെ ഉള്ള ഇന്ററാക്ഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിരുന്നു, സിംപ്ലിസിറ്റി ഭയങ്കരമായിട്ട്. യെസ്, ബ്രേക്ക് ടൈമില് ആ ടൈമില് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്തു. അതെ, ഞാൻ അങ്ങനെ കുറെ വീഡിയോസ് കണ്ടു. ഈ ഒരു സമയത്ത് ഈ ഒരു ലൊക്കേഷനിൽ അത് മിസ് ചെയ്യുന്നതാണ്. നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണല്ലോ വീണ്ടും ആക്ച്വലി ലൊക്കേഷനിൽ ആ ഒരു 12th Manന്റെ ഒരു എഫക്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് അത് രണ്ടും ത്രില്ലർ ഡ്രാമയാണല്ലോ, ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയാണല്ലോ. മൂവി വൈസ് ആണ്. രണ്ടും കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇത് വേറൊരു അത് വേറെ ത്രില്ലർ നമുക്ക് കുറെ ഉണ്ടല്ലോ. പക്ഷെ ഇത് ലൈക് ഒരു ഫാമിലി ഒരു ക്രൈം ഡ്രാമ അങ്ങനെ പറയാം. പക്ഷെ മറ്റേത് അങ്ങനെയല്ലല്ലോ. രണ്ടും സ്റ്റോറി വൈസ് ഒന്നും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓഫ് സ്ക്രീനിലുള്ള കെമിസ്ട്രി ആണെങ്കിൽ
അവിടത്തേക്കാളും കുറച്ചുകൂടെ മീൻസ് കുറച്ചും കൂടെ അല്ല, അത് വേറെ ഇത് വേറെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു, കോൺഫിഡൻസ് ആയിരുന്നു സെറ്റ് ഉണ്ടായിരുന്നു. ഈ സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ആ സമയത്ത് തന്നെ അല്ലായിരുന്നോ ഉണ്ണിമുഖത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ആ ഒരു മൊമെന്റ്സ് ഓർമ്മയുണ്ടോ ഇപ്പൊ? 12th മാൻ എക്സ്പീരിയൻസ് കൂടെ വർഷങ്ങളായില്ല, ഇല്ല. എല്ലാം ഓർമ്മയുണ്ട്. അത് ലാലേട്ടൻ തന്നെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്, അപ്പൊ നമ്മളെല്ലാരും ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് കറക്റ്റ് ആയിട്ട് 12 o'clock കഴിഞ്ഞപ്പോ പുള്ളി ഒരു സസ്പെൻസ് ആയിട്ടാണ്, പുള്ളി സർപ്രൈസ് ആയിട്ടാണ് ആ കേക്ക് കേക്ക് കൊണ്ടുവന്നത്. അടിപൊളി. ഇപ്പോൾ ചന്ദ്രനാഥിന്റെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കുമ്പോൾ കൂടുതലും ത്രില്ലേഴ്സ് ആണ്, അതങ്ങനെ പിക്ക് ചെയ്യുന്നതാണോ? ഐ ഹാവ് ഫേസ് ദിസ് ക്വസ്റ്റ്യൻ മെനി ടൈംസ്. അങ്ങനെയല്ല, ത്രില്ലർ പിന്നെ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്തതാണ് ഇപ്പൊ ഫിനിക്സ് ചെയ്തത്. ഫിനിക്സ് ആയിരുന്നല്ലോ അവസാനം ഞാൻ റിലീസായ ഒരു സിനിമ, അല്ലെങ്കിൽ അത് ത്രില്ലർ അല്ല. പക്ഷെ പിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഒരുപാട് ജോൺറേഴ്സ് ഉള്ള മൂവി നിരത്തി വെച്ചിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞ ത്രില്ലർ എടുക്കുന്നതല്ല. നമുക്ക് കുറേ മൂവി നമുക്ക് വരുമ്പോൾ അതിൽ നിന്ന് ആ നറേഷൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്, കമ്മിറ്റ് ചെയ്യാൻ തോന്നുന്നത്, വർക്കബിൾ ആണെന്ന് തോന്നുന്നത് അതിന്റെ ആ ത്രില്ലേഴ്സ് ആയിരിക്കും. ഐ ഹാവ് നെവർ ചോസൺ എനി മൂവി ബേസ്ഡ് ഓൺ എ ജോൺറോ. ത്രില്ലർ എനിക്ക് വർക്ക് ആവും, അങ്ങനെ ശരിക്കുമ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടേ ഇല്ല അതുമായിട്ട്. പിന്നെ വന്നതും സംഭവിച്ചതും അത്തരം, അതുകൊണ്ട് ത്രില്ലർ എന്നാതെന്നൊക്കെ പക്ഷെ ഫിനിക്സ് അത് ബ്രേക്ക് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. ഇത് നമ്മൾ പറയുമ്പോൾ ഇനി ടോക്ക് അബൌട്ട് സീക്രട്ട് ഹോം, അത് ത്രില്ലർ ജോണറിൽ പെടുന്ന ഒരു മൂവി അല്ല. ബേസിക്കലി നമ്മൾ ത്രില്ലർ എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷൻ കാണുമോ, ഇൻവെസ്റ്റിഗേഷൻ മറ്റൊന്നും അതൊന്നും അല്ല. ഇതൊരു ക്രൈം, നേരത്തെ ശിവ പറഞ്ഞതുപോലെ ഫാമിലി ക്രൈം ഡ്രാമയാണ്. അപ്പൊ അതിനകത്തെ രഹസ്യങ്ങൾ, സീക്രട്സ്, അത് അൺറാവൽ ചെയ്യുന്ന, അല്ലെ എന്റെ ചുള്ളഴിയുന്നതിനൊരു ഒരു മെത്തേഡുണ്ട്. അത് കുറച്ചുകൂടി ഇമോഷണൽ മെത്തേഡാണ്, കുറച്ചും കൂടെ മനുഷ്യൻ ഇൻവോൾവ് ആയിരിക്കുന്ന ഈ പറയുന്ന ഒരു സിസ്റ്റം അല്ല, പോലീസിങ് വളരെ കുറവാണ്. ഇതിനകത്ത് വേറെ തരം ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ കൊണ്ടിട്ടാണ് അതിന്റെ സീക്രട്സ് പുറത്തു വരുന്നത്. അപ്പൊ പ്രോപ്പർ ത്രില്ലർ ജോണറിൽ ഇതിനെ പെടുത്താൻ ആക്ച്വലി പറ്റുമെന്ന് തോന്നുന്നില്ല. ഡയറക്ടറോടാണ് ഇപ്പോൾ മുൻപ് ചെയ്ത ചിത്രം കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ, അതൊരു ഹൊറർ കോമഡി ആ ഒരു ജോണറാണ്. ഇതിപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണറാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു ചേഞ്ച് ഓവർ? അല്ല, നമ്മൾ എപ്പോഴും വ്യത്യസ്തമായ സബ്ജക്ട്സ് ചെയ്യണമെന്ന് നമ്മൾ സീരിയസ്ലി അങ്ങനെ തന്നെയാണ് ആലോചിക്കാറ്. ഇപ്പോൾ നമ്മുടെ ആ തുടക്കത്തെ സിനിമ പുണ്യാള അഗർബത്തീസ് കഴിഞ്ഞിട്ട് സൂസു സുദീവാത്മീകമാണ്. അത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു മോട്ടിവേഷൻ സബ്ജക്റ്റാണ്. പിന്നെ ചതുർമുഖമാണ് ചെയ്തത്, അതിനുശേഷമാണ് പ്രിയനോട്ടത്തിലാണ്, അതിനുശേഷമാണ് കുഞ്ഞമണീസ്. അതെല്ലാം നമുക്ക് വേറെ വേറെ ജോണറിൽ തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ കുറച്ച് നാളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ടൊരു ബോൾഡ്നെസ് ആവശ്യമായിരുന്നു. കാരണം 2-3 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഒരു സിനിമ ഡിസർവ് ചെയ്യുന്ന ബഡ്ജറ്റുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ വലിയ ബഡ്ജറ്റിൽ ചെയ്താൽ ഉള്ള റിസ്ക് ഫാക്ടറുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തിയേറ്റർ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കാര്യങ്ങൾ. അപ്പോൾ അത് ഡിസർവ് ചെയ്യുന്ന ഒരു സമയം വേണം എന്നെല്ലാം നമ്മൾ നോക്കിയിരുന്നു. അറ്റ് എ സ്റ്റേജ് നമ്മൾ റിയലൈസ് ചെയ്തു, ഞാനും അനിലും റിയലൈസ് ചെയ്തു, ഈ സിനിമ നമ്മൾ ചെയ്യണം, ഇത് ചെയ്യേണ്ട സിനിമയാണ്, പറയപ്പെടേണ്ട കഥയാണ് എന്ന് തീരുമാനിച്ചു. കാരണം സോഷ്യലി നമ്മൾ കാണുന്ന സംഭവങ്ങൾ, ഓക്കെ, നമ്മൾ 5 വർഷം മുമ്പുള്ള ഘട്ടമല്ലല്ലോ ഇപ്പോൾ നോക്കാൻ പോകും. അപ്പോൾ ആ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ കാണുന്ന സമൂഹത്തിൻ്റെ ചേഞ്ച്, മനസ്സ്, നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു മനസ്സുണ്ടല്ലോ, അത് മാറി വരുന്നുണ്ട്. അവരെന്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, എന്തൊക്കെ തരം സംഭവങ്ങളെ അവർ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ ഇതിപ്പോൾ ചെയ്യേണ്ട സബ്ജക്റ്റാണ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്. കുറച്ചൊരു റിസ്ക് ഉണ്ടായിരുന്നു ഈ സിനിമ ചെയ്യാൻ. അത് ആരും വന്ന് ഡയറക്റ്റ് നമ്മൾ പോയി പറഞ്ഞാൽ ധൈര്യത്തോടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസർ അവൈലബിൾ അല്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ സന്തോഷ് ത്രിവിക്രമൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ പ്രിയനോട്ടത്തിലാണ് കുഞ്ഞമണീസ് ഹോസ്പിറ്റലൊക്കെ ചെയ്തതാണ്. നമ്മളിലുള്ള പ്യുവർ കോൺഫിഡൻസ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞ ഈ സിനിമ ഞാൻ ചെയ്യാം എന്നിങ്ങോട്ട് പറയുമായിരുന്നു. കാരണം ഈ സബ്ജക്റ്റ് നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആയതുകൊണ്ട് ഞാൻ നിൽക്കണം. ഇത് ഭയങ്കര ഹിറ്റായി ഭയങ്കര ലാഭകരമായ ഒരു സംഭവം ഉണ്ടാവും, അങ്ങനെ ഒരു ബിസിനസ്സേ അദ്ദേഹം നോക്കിയിട്ടില്ല. ഇത് പറയപ്പെടേണ്ട സബ്ജക്റ്റാണെന്ന് അദ്ദേഹത്തിനും തോന്നി, അത് റെലവൻ്റ് ആണ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുണ്ടായിരുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ റൈറ്റ് ആർട്ടിസ്റ്റുകളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അടുത്ത ചലഞ്ച്. നല്ല പെർഫോം ചെയ്യുന്ന 4 പേര് വേണം, അത് മാൻഡറ്ററി ആണ്. മാത്രമല്ല അവർ അവൈലബിൾ ആയിരിക്കണം. ഭയങ്കര തിരക്കുള്ള ആളുകൾ കിട്ടാതെ ഇടയ്ക്ക് മിസ്സായിട്ട് അടുത്ത സിനിമയ്ക്ക് പോവുക, നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതൊന്നും ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ബാധ്യതയാവാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ നല്ല പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ ഓരോരുത്തരെയും നമ്മൾ പോയി കണ്ട് കഥ പറഞ്ഞു. നമുക്ക് അതിനും ഉണ്ടായിരുന്ന ഒരു പേടി എന്തായിരുന്നു വെച്ചാൽ, ഇവർ ഈ ഗ്രേ ഷെയ്ഡ് എത്രത്തോളം ഉൾക്കൊള്ളാൻ തയ്യാറാവും, അവരുടെ ഇമേജിനെ അത് ബാധിക്കും. അവർ ഓക്കെ, സോ ഇത്രയും സാധനം എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷേ വളരെ സർപ്രൈസിങ് ആയിട്ട് അത് വളരെ എന്തൂസിയാസം അല്ലെങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ചന്തു ആണെങ്കിലും അനുമോഹനാണെങ്കിലും അപർണയുടെ കേസിൽ കുറച്ച് കുറവാണ് ഈ ഗ്രേ ഷെയ്ഡ്. ശിവതയ്ക്ക് നല്ല ചലഞ്ചുള്ള ക്യാരക്ടറാണ്. പക്ഷേ
ഇവരെല്ലാവരും അത് വളരെ പൂർണ്ണ മനസ്സോടെ വളരെ താല്പര്യത്തോടെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്തത്. ഇവർക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ ഓക്കെ ആണോ, ചന്ദുവിനോട് ചോദിച്ചു ഇങ്ങനെ ഈ സംഭവങ്ങൾ ഓക്കെയാണ്, അതിനെന്താ ചേട്ടാ എനിക്ക് ഓക്കെയാണ്. ഇതിനകത്തൊരു ഇങ്ങനെ പറയുന്ന പുള്ളി ഇതിനകത്തൊരു ചെറിയ ഇതുണ്ട്, അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഇത്ര ഐറ്റം പറയുന്നു, മേ ബി അതൊരു ടാബു പോലെ നമ്മൾ ഒരു ആക്ടർ ഇമേജും മനുഷ്യനെന്നുള്ള റിയൽ ഇമേജുമായിട്ട് ജെല്ലി അത് ഭയങ്കരമായിട്ട് മേജ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ വർക്ക് ആവില്ലായിരിക്കും. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. ഞാൻ തോന്നുന്നു അതുള്ള വ്യക്തി വേറെ, ശരൺ വേറെ. ശരണാണ് ചെയ്യുന്നത്. അത് പോർട്രേറ്റ് എനിക്കൊരു പ്രശ്നമില്ല. അത്തരത്തിലുള്ള ഇതൊന്നും എടുക്കാൻ എനിക്ക് ഒരു ഇമേജ് കോൺഷ്യസ്നെസ് ഇല്ലാതെ അത് ചെയ്യാത്ത ഒരു ക്യാരക്ടറിലൊരു സംഭവം ഉണ്ട്. പിന്നെ മാത്രമേ ഒരു നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് 100% കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. അത് ആ സിനിമ ചിത്രീകരിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ബെസ്റ്റ് അവർ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ചന്തുവിൻ്റെ ആണെങ്കിലും സിനിമകളിൽ കാണാത്ത വേരിയേഷൻ ഓഫ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശിവതയുടെ ആണെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഭയങ്കര ഇമോഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്. അനുവിൻ്റെ ക്യാരക്ടറിനും വേരിയേഷൻസ് ഓഫ് ഇമോഷൻസും അങ്ങനെ ട്രാൻസിഷൻസ് എല്ലാം ഉണ്ട്. അപർണയിലൂടെയാണ് സിനിമ ചുരുളഴിയുന്നത്. അതിന്റെ സീക്രട്സ് കൂടുതലും അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപർണയുടെ ക്യാരക്ടർ. ഇപ്പൊ അനുമോഹൻ എന്ന ആക്ടറിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കഥാപാത്രം ഞാൻ ഇപ്പൊ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. കണ്ടാലും ഇപ്പൊ പുറത്ത് ഇറങ്ങുമ്പോഴത്തെ ഓരോ ലുക്കിലാണ്, ആക്ച്വലി ഓരോ സിനിമയിലും ഓരോ ലുക്കിലാണ്. ബട്ട് അയ്യപ്പനും കോശിയിലുമാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ആക്ച്വലി ഇപ്പം നമ്മുടെ സീക്രട്ട് ഹോമിൽ എത്തുന്നു ഒരുപാട് നല്ല കഥാപാത്രങ്ങളും ആക്ച്വലി ചെയ്തു. എനിക്ക് തോന്നുന്നു കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു സ്റ്റാർഡം നോക്കിയിട്ടല്ല. അതായത് എനിക്ക് ചെറിയ റോൾ ആണെങ്കിൽ പോലും ആ കഥാപാത്രം ഭംഗിയായി ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ? അത് തന്നെയാണ്. കേൾക്കുമ്പോൾ ഒരു ടോട്ടൽ സിനിമ എങ്ങനെ ആവും എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പം ആ മൊത്തം സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനകത്ത് ഒരു കഥയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത ക്യാരക്ടറല്ല. കഥ പറച്ചിലിൽ എന്റെ കഥാപാത്രത്തിന് എവിടെയെങ്കിലും ഒരു സീനാണെങ്കിലും ആ കഥയിൽ ആ കഥാപാത്രം ഇൻപുട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിനിമകളും ക്യാരക്ടേഴ്സും ആണ് സെലക്ട് ചെയ്തത് കൂടുതലും. അങ്ങനത്തെ ആഗ്രഹത്തിലേക്ക് എത്തിയത് സത്യം പറഞ്ഞാൽ അയ്യപ്പനും കോശിക്കും ശേഷമാണ് ഞാൻ ആഗ്രഹിച്ച പോലത്തെ തരത്തിലുള്ള കഥാപാത്രങ്ങളും സിനിമകളും വന്നു തുടങ്ങിയത്. അപ്പൊ അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അത് അങ്ങനെ തന്നെ അതങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ ലുക്ക് വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ? അതെ, അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അപർണയിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് തമിഴ് സിനിമ അതേപോലെ തന്നെ മലയാള സിനിമയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് ഒരു കടന്നുവരവ്? 2 തമിഴ് സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മതിയല്ലോ, നമ്മുടെ വിജയുടെ ഒരു സൂപ്പർ ഹിറ്റ് ആണല്ലോ ഡാഡ ആൻഡ് ബീസ്റ്റ് ഓൾസോ. അതെ, രണ്ടും അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സംഭവിച്ചു പോയി. അല്ല, ഒരുപാട് സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. അത് കൂടുതൽ തമിഴ് സിനിമ ചെയ്താൽ ശിവത ഒരുപാട് സിനിമകളുടെ എഫക്റ്റ് ആണ് രണ്ട് സിനിമ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അഭയത്തിന്റെ കൂടെ പ്രിയനോട്ടത്തിലാണെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഞാൻ പിടിച്ചതാണ്. പിന്നെ ഇപ്പൊ നിവർത്തിയില്ല. ചോദിച്ചു മേടിച്ചാണോ? ഇത് ചോദിച്ചു മേടിച്ചല്ലേ? ഇത് എന്നോട് ചോദിച്ചതാ. ചോദിച്ചു മേടിച്ചല്ല, കഥ പറഞ്ഞു. അതെ, അങ്ങനെയല്ല. ഐ മീൻ ഇവര് തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ്. അല്ല, ചില കഥകൾ കേൾക്കുമ്പോ ചില ആക്ടേഴ്സ് ഞാനിത് ചെയ്തോട്ടെ എന്ന്. അങ്ങനെയല്ല, ഇത് ഈ കഥ നമ്മൾ പോയി പറഞ്ഞിട്ട് ഇതിൽ ഏത് ക്യാരക്ടറാണ് ഒന്നും പറയാതെയാണ് ഈ കഥ പറഞ്ഞിടുക. ആ പുള്ളിക്കാരത്തി കഥ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് എന്തോ കഥ പറയുന്നിടത്ത് ഒന്ന് സ്ലോ ആയി. അത് വേഗം ബാക്കി ആ എക്സൈറ്റ്മെന്റിൽ ഇത് എനിക്ക് മുഴുവൻ കേൾക്കണം അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് ആ എക്സൈറ്റ്മെന്റോട് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി ഇത് 2 ക്യാരക്ടർ ഉള്ളതിൽ മറ്റേ ശിവതയുടെ ക്യാരക്ടർ അത്ര ഇന്റൻസ് സംഭവമുള്ളത് ആൾക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് ആൾക്ക് തോന്നി കാണുമായിരിക്കും. അപ്പൊ ആള് ഇത് ആരാ ചെയ്യുന്നത്, ഇപ്പത്തെ ക്യാരക്ടർ ഞാനാണ് വേഗം തീരുമാനിച്ച് പറയുന്നത്. ഇപ്പോൾ ശിവത തമിഴ് സിനിമയിലൊരു കുറച്ച് വില്ലൻസും ചെയ്ത ഒരു ഗ്രേറ്റ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്തു ഓരോന്നും. അതിനുശേഷം മലയാളത്തിലും ഇപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ഷെയ്ഡ് പടമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞത്. അത് രണ്ടും തമ്മിലുള്ള ഈ ഗ്രേറ്റ് ഷെയ്ഡ്സ് ചെയ്യുന്നതിനോട് എന്താ താല്പര്യമാണോ? ഇത് വില്ലൻ ക്യാരക്ടർ അല്ല, ഇത് അത് എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട്. 4 പേരെന്നല്ല, ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടറും. മറ്റേ പക്കാ വില്ലനായിരുന്നു. ഫൈറ്റ് ഒക്കെ ആയിട്ടുള്ള അതൊരു വേറൊരു തരത്തിലുള്ളതായിരുന്നു. പക്ഷെ അത് മൂവി റിലീസ്. പക്ഷെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ശിക്കാരി ശംഭു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ. കാരണം അതില് എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭംഗിയില്ലെന്നല്ല, ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബീഫ് ഭയങ്കര ഇഷ്ടമാണോ? ബീഫ് ഭയങ്കര ഇഷ്ടമാണോ? അത് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എനിക്ക് അതിൽ ഭയങ്കര മൈന്യൂട്ടായിട്ടല്ലേ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും അത്രയും നല്ല ഇത്രയും പടങ്ങളിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്തേക്കുന്നത് ശിക്കാരി ശംഭുവിനെ. സീരിയസ്ലി അല്ല, അത് കുറച്ച് നേരത്തെ
ഇതായിരുന്നു ലൈക്ക് ആ സമയത്ത് തമിഴിലൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മൂവി ഇറങ്ങിയില്ല ആക്ച്വലി, എസ് ജെ സൂര്യ സാറിന്റെ കൂടെ. അതിലെങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക മോഡേൺ ആയിട്ട് എന്റെ ഹെയർ ഫുള്ള് റെഡ് ഷെയ്ഡ് ആയിരുന്നു, ഒരു താഴെ ഫുള്ള് റെഡ്, ബ്ലീച്ച് ചെയ്തിട്ട് റെഡ് ഇട്ടേക്കായിരുന്നു. ഈ 2 മൂവി ഏകദേശം ഒരേ സമയത്ത് വന്നു. എന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഒരാഴ്ച ഷൂട്ട് ചെയ്യുമ്പോൾ റെഡ് ഷെയ്ഡ് അടിക്കും, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഇതിന് വരുമ്പോ ബ്ലാക്ക് അടിക്കുക. ഇത് തന്നെയായിരുന്നു എന്റെ ഓൾമോസ്റ്റ് ഒരു 2 months എന്റെ പരിപാടി ഇത് തന്നെയായിരുന്നു. അവിടെ പോയി കഴിയുമ്പോ പക്ക ഗ്ലാമർ ആയിട്ട് റെഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, അതിലൊരു ഹീറോയിൻ ഒക്കെ ആയിട്ടാ ഭയങ്കര റെഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഭയങ്കര യോയോ ആയിട്ട് പാന്റ് ജീൻസും മറ്റേ കോട്ടൊക്കെ ഇട്ട്, ഇവിടെ വരുമ്പോ മറ്റേ ഇറച്ചി വെട്ടുകാരിയായിട്ട് മൊത്തം അവിടെ ഇവിടെ ഒക്കെ കറപ്പിച്ചിട്ട് മറ്റേ മുടിയൊക്കെ ഫുള്ള് ബ്ലാക്ക് ചെയ്ത് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും, എങ്ങനെയാണോ എല്ലാവരും അത് ഞാൻ മനഃപൂർവ്വം ഞാൻ ആക്ച്വലി ഒരു പടം ചെയ്യുന്ന സമയത്ത് ഒരു പടം ചെയ്യാറുള്ളൂ, അത് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവാറുള്ളൂ. പക്ഷെ ചില ഡേറ്റ്സിന്റെ ക്ലാഷ് ഒക്കെ വന്നപ്പോ ഇങ്ങോട്ട് ആയിപ്പോയതാ, ഞാൻ മനഃപൂർവ്വം ചൂസ് ചെയ്തതല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയും മേക്കപ്പ് ഇട്ട് ഞാൻ എനിക്ക് തോന്നി ഈ പടത്തിനാണ് തോന്നി. കാരണം ഒന്നിനും ഒരു എനിക്ക് അപേക്ഷ പറയുന്നത് മിക്കതിലും നമ്മള് മിക്ക പടത്തിലല്ലേ എല്ലാവരും മാക്സിമം 10 മിനിറ്റ് കൂടെ മേക്കപ്പ് ഇരിക്കാൻ പറ്റുന്നു. പക്ഷെ ആ പടത്തിന് എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും, ആ കയ്യും കാര്യം ഓരോരുത്തരും മറ്റേ ബ്ലാക്ക് അടിച്ചുകൊണ്ടിരിക്കും. എന്റെ ഒരു പേഴ്സണൽ ഡൗട്ട് ചോദിക്കട്ടെ, ആ ഫൈറ്റ് സീൻ സത്യം അല്ലല്ലേ? ആ അതായിരുന്നു എന്റെ ഡൗട്ട്. ആ പുലിയുടെ വേഷമൊക്കെ കിട്ടിയിട്ട് അതിനുവേണ്ടി 6 മാസം കരാട്ടെ പഠിച്ചു ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. എനിക്ക് എന്റെ ഒരു ഡൗട്ട് ആയിരുന്നു. ഒന്നുകൂടെ അല്ല അത് ആക്ച്വലി ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സുഖീതരം പറഞ്ഞു വേണ്ടാന്ന് ഇങ്ങോട്ട് പറഞ്ഞു. 10 ദിവസം കൂടുതൽ എന്റെയുള്ള വിശ്വാസം കൊണ്ടാണ് അറിയില്ല. 10 ദിവസം 20 ദിവസം ലാസ്റ്റ് ആ ഒരു തിരിഞ്ഞു വരുന്ന ഷോട്ട് മാത്രമേ ഞാൻ ചെയ്തത്. ഇങ്ങനെ തുറന്നിങ്ങനെ അത് മാത്രമേ ഞാൻ ചെയ്തത്. ഈ ഒരു സമയത്ത് ഞാൻ ചോദിക്കാൻ പാടുള്ളൂ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ യൂട്യൂബ് ചാനൽ ഇതേപോലെ ഹൗസ് വാമിങ്ങിന്റെ ഒക്കെ കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നമൊക്കെ വീട്ടിൽ താമസിച്ചില്ല, അത് ജസ്റ്റ് ആ ഫംഗ്ഷൻ മാത്രം നടന്നുള്ളൂ. വീടിന്റെ പണി തീർന്നിട്ടില്ല, ഇനി ഒരു 2 മാസം കൂടെ എടുക്കും. മേ ബി ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ പണി തീർന്ന് ഞങ്ങൾ അവിടേക്ക് ഷിഫ്റ്റ് ആവും. വീടിന്റെ കാര്യം പറഞ്ഞപ്പോ ചന്ദ്രചേട്ടാ ചേട്ടന്റെ ഫ്ലാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ നമുക്ക് ഭയങ്കര എന്താ പറയാ ഇഷ്ടമുള്ള ഒരുപാട് നടന്മാരുടെ ഫോട്ടോ ഇങ്ങനെ സാധാരണ നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോയും ഫാമിലിയുടെ ഫോട്ടോയൊക്കെ അല്ലേ നമ്മൾ സാധാരണ വോളിൽ വെക്കുക. പക്ഷെ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് നമ്മൾ പോയി എല്ലാവരെയും വെച്ചിട്ടുണ്ടല്ലോ. അതെന്താണ് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ? അല്ലേ അത് ഇൻസ്പയർ എനിക്ക് എന്റെ സ്പേസും എന്റെ എന്ത് പറയട്ടെ തിമാറ്റിക് ഫ്ലാറ്റ്. എനിക്ക് ഞാൻ അതെന്റെ റെന്റഡ് ഫ്ലാറ്റ് ആണ്, എന്റെ സ്വന്തം ഫ്ലാറ്റ് അല്ല. വിശാല മനസ്കനായ എന്റെ ഓണർ ഇത് വേണോ ചെയ്തോളാൻ പറയുന്നു. പുള്ളി എന്നെ കൊണ്ട് ഫോട്ടോ വെക്കണേന്ന് പറഞ്ഞു. കേറി വരുമ്പോ റെന്റ് വാങ്ങി വന്നപ്പോ എന്റെ ഫോട്ടോ ഇല്ലല്ലോ, അത് അത്രയും പാവ ഒരു അല്ല വരുമ്പോ കേറി വരുമ്പോ ഒരു ഐശ്വര്യ വീടിന്റെ ഐശ്വര്യം. അത് അപ്പൊ എന്റെ സ്പേസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ പറയണോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം പരിപാടി. പിന്നെ എന്റെ ഫേവറേറ്റ് എന്റെ പേഴ്സണൽ ആളുകളെ ഒരു കോർണറിൽ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇവരെ പോലെ ഒന്നുമല്ല, ഐ വാല്യൂ മൈ ഫ്രണ്ട്ഷിപ്പ്. എന്റെ സുഹൃത്ത് ബന്ധം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതുപോലെ ഇനി ഇപ്പുറത്തിരിക്കുന്ന ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ് നമ്മൾ വി ലുക്ക് അപ്പ് ടു ദം അല്ലേ. അപ്പൊ അതിങ്ങനെ കണ്ടോണ്ട് ഞാൻ കഥ വെക്കുന്ന കസേരയുടെ ബാക്കിലാണ് ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സും അവരുടെ കൂടെയുള്ള ഫോട്ടോസും ഇപ്പുറത്തെ ഐക്കോണിക് സ്റ്റാർസ് ഒക്കെയാണ് ഇരിക്കുന്നത്. എനിക്ക് അതിന്റെ ഇടയ്ക്കിരുന്ന് ഫീൽ ദ ആംബിയൻസ് കഥ കേൾക്കുക. അത് മുകളിൽ എന്റെ 18ാം പടിയിലെ ഫോട്ടോ ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ അത് തമിഴ് ഇന്ന് ഇവിടുന്ന് ഒക്കെ ആക്ടേഴ്സ് ഉണ്ട്. ഫാമിലിയുടെ ഫോട്ടോസ് ഒക്കെ എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ ഒരു സൈഡിലുണ്ട്. യുഡിൻ ചെയ്താൽ എന്റെ മുറിക്കകത്ത് കല്യാണം, എന്റെ വെഡിങ്ങിന്റെ ഫോട്ടോ, ഇറ്റ്സ് ഓൾ ദേർ. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്റെ സ്പേസ് അങ്ങനെ ചെയ്യാൻ, വാൾപേപ്പേഴ്സ് ചെയ്യാൻ നീറ്റായിട്ട്. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും പാട്ട് കേട്ടു. വൈഫിന് നല്ലോണം പാട്ട് പാടുകയൊക്കെ ചെയ്യുമല്ലോ. ഈ ഫോട്ടോ ഒക്കെ വെക്കുമ്പോ വൈഫും കുട്ടിയൊന്നും പറയുന്നില്ലേ? ആക്ച്വലി ഞങ്ങളുടെയും കൂടെ കുറച്ച് വെക്കാം ഉണ്ട്. എന്നാലും ഇതെല്ലാം വെക്കുമ്പോഴത്തേക്കും വേറൊന്നും വലിയൊരു ഫോട്ടോ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം മൂടിക്കൊണ്ടുവരണം. അതല്ല അവരുടെ ഫോട്ടോ എന്റെ റൂമിനകത്താ, അവരൊന്നും പറഞ്ഞില്ല, പറയാറായിട്ടില്ല. ഫോട്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അച്ഛന്റെ ബന്ധുക്കളും വിജയ് ലാലേട്ടൻ ഇതാണ് അവന്റെ. ഡയറക്റ്റിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ ഒരു ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഇതിനൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ ഓഡിയൻസിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കുറച്ച് ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ആളുകളിലേക്ക് എത്തുമ്പോൾ അത്രയും ഡൈജസ്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് എത്രത്തോളം അതിന് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അത് നമ്മൾ ഈ കേസിന് നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവർ വഴി നമ്മളൊരു ക്രൈം നടക്കുമ്പോൾ ഉണ്ടാവുന്ന
അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളെ കുറിച്ചാണ്. ഇതിലൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അല്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഒരു ക്രൈമിൽ ഉണ്ടാകുന്ന സാങ്കേതികത്വം കൃത്യമായിട്ട് അറിയാൻ വേണ്ടി നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് DSP ഉണ്ട്. അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അപ്പോൾ ആള് നമ്മൾ വേണ്ട രീതിയിൽ ഇതിന്റെ എല്ലാ ടെക്നിക്കൽ സൈഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക, അങ്ങനത്തെ കാര്യം. തുടർന്ന് നമ്മൾ കുറേ കാലം ഈ ന്യൂസ് ഫോളോ ചെയ്തതിനെ തുടർന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രിയേറ്റീവ് സൈഡാണ്, ഓക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് എന്തായിരിക്കാം ഇതിൻ്റെ, അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഡെപ്താണ്. അപ്പം അത് വെച്ച് നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ കഥയിലേക്ക് എത്തിയത്. അപ്പോൾ അതിന് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് എൻക്വയറി വളരെ കുറവുള്ളൂ. പക്ഷേ മനുഷ്യരുടെ മറ്റിതിലുള്ള കഥാപാത്രങ്ങളുടെ ഇമോഷൻസിലൂടെയും അവരുടെ അതിലൂടെയുള്ളൊരു ട്രാവലിലൂടെയാണ് ഇതിൻ്റെ റിയാലിറ്റി റിവീൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി പറയുന്നു അങ്ങനത്തെ രീതിയിലല്ല. അപ്പോൾ കുറെ ഇമോഷൻ എലമെന്റ്സ് ഇതിലുണ്ട്. ഈവൻ പോലീസിന് അറിയാത്ത കാര്യങ്ങളും ഇതിലുണ്ട്. പുറകിരുന്ന് ഇങ്ങനെ അപർണ എന്ന് പറഞ്ഞു തരും. എനിക്ക് തോന്നി അവിടെ അവരോട് ചോദിച്ചാലാണ് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ എന്റെ ചെവിയിൽ ഇങ്ങനെ അപർണ ഭയങ്കര മെച്ചൂരിറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഓക്കെ, അപർണയാണ് ഞാൻ ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് കണ്ണിൽ ഭയങ്കര ഭയം തോന്നുന്നുണ്ട്. എനിക്ക് ഈ ഫോട്ടോയിൽ തോന്നുന്നുണ്ട് പുറകിലത്തെ ആ ഒരു വാതിലിന്റെ സംശയം എന്തോ ഒരു വികാരം. സംശയമാണോ? പുച്ഛമാണെന്ന്. അത് ഏതാ പുച്ഛം? അതാണോ? എല്ലാ ഭാവങ്ങളും ഇടും. ഈ ഒരു അവസരത്തിൽ ചോദിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ചോദിക്കട്ടെ, ഞാനൊരു വിജയ് ഫാനാണ്. സോ അതുകൊണ്ട് ഞാൻ ചോദിക്കാം, വീസിലേക്ക് അഭിനയിച്ചല്ലേ, വിജയ് ഇപ്പൊ സിനിമയൊക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പോവാന്നൊക്കെ പറയണ വിഷമമുണ്ടോ? നല്ല വിഷമമുണ്ട്. ഉപദേശിച്ചു നോക്കൂ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആളല്ലേ. സിനിമ നിർത്താന്ന് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ അത് ചിലപ്പോ നിർത്തില്ലായിരിക്കും, അത് കഴിഞ്ഞ് വരുമായിരിക്കും എപ്പോഴെങ്കിലും നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സിനിമ എങ്ങനെയായിരിക്കും? ഒരു വിജയ് പടം എങ്ങനെ ഇറങ്ങണമെന്നാണ് അപർണയുടെ മനസ്സിലൊരു ഫാൻ ഗേൾ എന്നുള്ള രീതി? അല്ല, സൂപ്പർ ബമ്പർ ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറ്റവും വലിയൊരു ഹിറ്റായിട്ട് നിർത്തട്ടെ. ഐ മീൻ ഒരു ഡയറക്ടറിന്റെ ഒപ്പം എന്നാണ് വിചാരിച്ചത്. ഏത് ഡയറക്ടറിന്റെ ഒപ്പം അങ്ങനെയൊന്നുമില്ല. ഏത് ഡയറക്ടർ വിചാരിച്ച എപ്പോ ഹിറ്റ് അടിപ്പിക്കാൻ പറ്റും പറയാൻ പറ്റില്ല. പക്ഷെ if at all he stops, ഇല്ലേ, നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ആ ലാസ്റ്റ് മൂവി എങ്ങനെ എടുക്കും എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ ക്ലൈമാക്സ് ഞാൻ എങ്ങനെ കാണും, ഡയറക്ടർ ഇതെങ്ങനെ കാണും, ക്ലൈമാക്സ് ഒന്നിച്ച ക്ലൈമാക്സ് ആണെന്ന് വെച്ചോ, ആ സക്സസ് ആണെന്ന് വെച്ചോ, അവിടെ ട്രയംഫിൽ നിൽക്കുന്ന വിജയ് സാർ ആണെങ്കിലും അത് ചെയ്യുന്ന ഡയറക്ടറുടെ അവസ്ഥയാണ്. പുള്ളിക്ക് ഇനിയും പുള്ളി ചിലപ്പോ അദ്ദേഹത്തോട് ഒരുപാട് വർക്ക് ചെയ്ത് കാണും. ആരാണ് പക്ഷെ ആസ് എ പ്രേക്ഷകൻ എത്രയൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ബ്രില്യന്റ് ആക്ടേഴ്സ് ഉണ്ടാവും, പേരെടുത്ത് പറയും ഇഷ്ടംപോലെ പേര്. അതുണ്ട്, അതെല്ലാം ഉണ്ട്. ഭയങ്കര പുള്ളി വന്ന് നിൽക്കുമ്പോ തന്നെ അവസാനത്തെ ആ ഷോട്ട് എങ്ങനെയാണ് കാണുന്നത്, അതാണ് പ്രശ്നം. I don't think he'll stop. ആ റിക്വസ്റ്റ് ഒക്കെ വന്നിട്ട് ആളുകൾ എന്തെങ്കിലും ഞങ്ങൾ ഇപ്പൊ തീ കത്തിച്ച് കളയുന്നതായാലും പറയണേ ഈശ്വര എന്നാ പുള്ളി അയ്യോ അങ്ങനെ ചെയ്യല്ലേ, പേടിപ്പിക്കണം. അതെടുത്ത് തമ്മയിലാക്കണം കേട്ടോ. വിജയ് തിരിച്ചു വരാൻ വേണ്ടി തന്നതൊരു ഉപദേശം. ഞാൻ ഒന്നും നോക്കി കേസ് കൊടുക്കാനോ പറഞ്ഞേ ഇല്ല. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ പുള്ളി ഒന്ന് മരിച്ചു കളയുന്ന പറഞ്ഞെങ്കിൽ എന്റെ പേര് കേസ് കൊടുക്കും. ഭയങ്കര ഇമോഷണലി. പക്ഷെ ഫോർ ഹിം ഐ തിങ്ക് പൊളിറ്റിക്കലി സ്പീക്കിംഗ് പീക്കിൽ നിൽക്കുമ്പോഴാണ് പുള്ളി അത് ഡിസിഷൻ എടുക്കുന്നത്. എന്തായാലും ഇതൊരു ത്രില്ലർ, ഫാമിലി ത്രില്ലർ ആണ്. അപ്പൊ എന്തായാലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് ഒരു പഞ്ച് വേണം, എന്നാലേ ആ ഒരു നമുക്കൊരു എന്താ പറയാ ഓഡിയൻസിന് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിലെ എങ്ങനെയാണ് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ? ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല. ആ ട്രെയിലർ ഇറങ്ങുന്നുള്ളൂ. ആക്ച്വലി ഇതിൽ ശങ്കർ ശർമ്മ എന്ന് പറഞ്ഞ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജയ് ഗണേഷ് വരാൻ പോകുന്ന സിനിമ, നദികളിൽ സുന്ദരി യമുന, പിന്നെ അങ്ങനത്തെ അതിനു മുമ്പ് കുറേ സിനിമകൾ തെലുങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ യങ് ആയിട്ടുള്ളൊരു ആളാണ്. എനിക്ക് ശങ്കറുമായിട്ട് നേരത്തെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ഷോർട്ട് ഫിലിം കുറച്ച് വർഷം മുമ്പ് ചെയ്ത സമയത്ത് ശങ്കറിനെ കൊണ്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നത്.
അപ്പോൾ നമുക്ക് വേണ്ട സംഭവം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഔട്ട് തരാൻ പറ്റുന്ന ഒരാളാവണമെന്ന് നമുക്കുണ്ടായിരുന്നു. മാത്രമല്ല ടാലന്റഡ് ആളുമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ശങ്കർ ഇതിന് തന്നിരിക്കുന്ന ഔട്ട്പുട്ട് നിങ്ങൾ ഷുവറായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, ആളെ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. ഇത് ആരാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്, ആരാണ് മ്യൂസിക് ചെയ്തതെന്ന് ഈ സിനിമ കഴിയുമ്പോൾ ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്ര നന്നായി ചെയ്തിട്ടുണ്ട്. ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ്, ഞാൻ പല മീഡിയയിലും പറഞ്ഞ അതേ കാര്യമാണ്. പണ്ട് നമുക്ക് മലയാള സിനിമയിൽ നല്ല കണ്ടന്റുള്ള ചെറിയ സിനിമകൾ ഒരുപാട് ഇറങ്ങാറുണ്ട്, അതിന് നല്ല ആക്സെപ്റ്റൻസും കിട്ടാറുണ്ട്. മറ്റ് ഭാഷകൾ മലയാള സിനിമയെ കണ്ടിരുന്നത് ആ ഒരു പ്രത്യേകതയോടു കൂടിയാണ്. കാരണം ഒരുപാട് നല്ല കണ്ടന്റ് വാല്യൂ ഉള്ള ചെറിയ സിനിമകൾ ഉണ്ടാകുന്നു എന്ന്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ചെറിയ സിനിമകൾ അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ ആ സിനിമയ്ക്ക് ഒരു സ്പേസ് കിട്ടാത്തൊരു നേച്ചറുണ്ട്. കാരണം അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലും തിയേറ്റേഴ്സ് ആണെങ്കിലും അവരവരുടെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടോ അത് അവരുടെ നിവൃത്തികേടോടു കൂടിയായിരിക്കും. ഒരു സിനിമയ്ക്ക് അത് നല്ലതാണോ, ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഒരു ചാൻസ് പോലും കൊടുക്കാതെ അതിന് നമുക്കൊരു വർക്കിംഗ് ഡേയിൽ ഉച്ചയ്ക്ക് ഒരു 12:30 ഷോ 2:30 ഷോ ഒക്കെ തന്ന് ഒരു ഫാമിലിക്ക് വരാൻ പറ്റാത്തൊരു സമയത്ത് 2-3 ഷോ തന്ന് 2-3 ദിവസം നോക്കുമ്പോൾ ആരും വരില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ആ പരിസരത്ത് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഷോ എടുത്ത് കളയും. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ജനറലി കാണുന്നുണ്ട്. നല്ല കണ്ടന്റ് വരുന്ന സിനിമകൾക്ക് ഒരു സ്പേസ് കൊടുക്കണം. ആ സ്പേസ് പ്രേക്ഷകൻ ഉപയോഗിക്കുകയും ആ സിനിമ ഞങ്ങളൊരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ 4-5 പേര് ആദ്യത്തെ ഷോയ്ക്ക് വന്നാൽ പോരും, അത്ര പേരെങ്കിലും വന്നാൽ അവർക്കുള്ള സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ അവർ ഈ സിനിമ ഇഷ്ടപ്പെട്ട് മറ്റ് ആളുകളോട് പറയും. തുടർന്നുള്ള ദിവസങ്ങളിൽ ആളുകൾ വരുന്നുള്ള ഉറപ്പുള്ളൊരു കണ്ടന്റ് ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു ഞങ്ങൾക്കൊരു അവസരം കിട്ടണം. ആ അവസരം പ്രേക്ഷകൻ തരണം. അവർ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം എന്നൊരു റിക്വസ്റ്റാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ സീക്രട്ട് കോം വലിയൊരു വിജയമാകട്ടെ. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സിനിമകളിലൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ, ഒരുപാട് സിനിമ അവസരങ്ങൾ കിട്ടട്ടെ. സാർ ഇനിയും സിനിമ ചെയ്യട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്.